ശബ്ദം കേട്ടാ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോട്ടാ. സാധാരണ വണ്ടിയല്ല, ബൈക്കുകളിൽ 2500 cc ഉള്ള ട്രയംഫിൻ്റെ വണ്ടിയാണിത്. റോക്കറ്റാണ്, റോക്കറ്റ്. മനു പറ്റാരെ ഇതാരെന്ന് മനസ്സിലായ? ഇതാണ് നമ്മുടെ മനുട്ടാ, ഗ്യാരേജ് 48ന്റെ ഇന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്ടാ. 2500 cc ഉള്ള ബൈക്കുകളിൽ 2500 cc ഉള്ള വേറെ വണ്ടി ഉണ്ടാ? വേറെ വണ്ടി ഇപ്പൊ ഇന്ത്യയിലില്ല. ഏറ്റവും റെയർ ആയിട്ടുള്ള ഒരു വണ്ടി കൊണ്ടുവന്നതാണ് ആള്. നമുക്ക് വിശേഷങ്ങളിൽ പോവാം. ഒരു സാധാരണക്കാരനായി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ ഒരു 2500 cc ഉള്ള ഒരു ബൈക്കിനെ പരിചയപ്പെടുന്നത്. എന്റെ പൊന്നു മോനെ, ഇത് എത്ര ലിറ്റർ കപ്പാസിറ്റി ഉള്ള? 18 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി. 18 ലിറ്റർ കപ്പാസിറ്റി. ഇത് എത്ര ദൂരം പോകാൻ പറ്റും നമുക്ക് 18 അത് എക്സൈറ്റ് നോക്കിയാലേ? അല്ല, കുഴപ്പമില്ല. അതിന് മൈലേജ് ഉണ്ട് അത്യാവശ്യം. 15 കമ്പനി പറയുന്നത്. 2500 cc എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇന്നോവ കാറിന്റെ എഞ്ചിന്റെ പവർ ഉണ്ടാവും. ഒരു കാറിന് വെക്കണ എഞ്ചിന് വെച്ചിട്ട് ഒരു ബൈക്ക് വന്നേക്കണം. ഈ സൂപ്പർ ബൈക്കിന് കമ്പനി അറിഞ്ഞുകൊണ്ടിട്ട പേരാണ് റോക്കറ്റ് എന്നുള്ളത്. കാരണം 0 നിന്ന് 60 കിലോമീറ്ററിലെത്താൻ വെറും 2.73 സെക്കൻഡ് മാത്രം മതി ഈ വാഹനത്തിന്. 225 km/h ആണ് കമ്പനി ഇതിന് ഓഫർ ചെയ്യുന്ന ഏകദേശ വേഗത. 2 ചാനൽ ABS ആണ് ഈ വാഹനത്തിന് വരുന്നത്. കൂടാതെ റെയിൻ, റോഡ്, സ്പോർട്സ്, റൈഡർ കോൺഫിഗറബിൾ എന്നീ 4 മോഡുകളോടെയാണ് ഈ വാഹനം നിരത്തിലിറങ്ങുന്നത്. ക്രൂയിസ് കൺട്രോളും ഹിൽ ഹോൾഡ് കൺട്രോളും ഉള്ള ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് കീലെസ് ഇഗ്നിഷൻ കൂടിയാണ്. ഇത്രയും ഹെവി എഞ്ചിനുള്ളൊരു വാഹനം 15 കിലോമീറ്ററോളം മൈലേജും വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ. നാട്ടിലൊരു 25 ലക്ഷത്തേക്കാൾ കൂടുതൽ വില വരുന്ന ഈ സൂപ്പർ ബൈക്കിനെ അടുത്തറിയാനും ഇതിന്മേലൊന്ന് കയറിയിരിക്കാനും എനിക്കിന്ന് സാധിച്ചു. ഓടിച്ചു നോക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് അത്തരം സാഹസത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല കേട്ടോ. നല്ല സുഹൃത്തുക്കളാണ് ഏറ്റവും നല്ല സമ്പാദ്യമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വണ്ടിയുടെ കീ എന്റെ കയ്യിലാണ് ഇരിക്കുന്നത് കേട്ടാ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. സ്റ്റാർട്ട് ചെയ്തേ. അടിപൊളി, വണ്ടി സ്റ്റാർട്ടായി. ഇതിന് എത്ര ലക്ഷം രൂപ വില വരുന്നുണ്ട്? ഇതിന് ഇപ്പൊ ഓഫ് ചെയ്തോ? GT ആണ് വണ്ടി. GT ആണ്. റോക്കറ്റ് 3 GT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിഷനാണ്. ഇതിന് ഇപ്പൊ 25 ലാഖ് തുടങ്ങി ആണ് മേലോട്ടാണ്. 25 ലക്ഷം രൂപ സ്റ്റാർട്ട് ചെയ്യണേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വലിയ കാറ് വാങ്ങണ കാശ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. 3 lakhs ആക്സസറീസ് ഇതുമുണ്ട്. ഇൻബിൽറ്റ് ആയിട്ട് വരണതാണോ? നമ്മൾ ചെയ്യണതാണോ? എക്സ്ട്രാ നമ്മൾ ചെയ്യണതാ. ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്നവരെ ഇത് എവിടെ ചവിട്ടാ? ഇവിടെ അതിനല്ല ഈ സാധനങ്ങളൊക്കെ വെച്ചാണ്. ഫുഡ് റെസ്റ്റ് ഒക്കെ കണ്ടില്ലേ? അപ്പുറത്ത് അങ്ങനെ തന്നെയാണ് ചേട്ടാ. അത് ശരി. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് മടക്കി വെക്കാം. യൂസിങ്ങിന് മാത്രം എടുത്താൽ മതിയല്ലോ. എന്തൊക്കെ സൗകര്യങ്ങളാണ്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊന്നും പറയാവോ? ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നൊന്ന് വിശദീകരിക്കാൻ പറ്റുക? 2023 ആണ് മോഡൽ. 2023 വണ്ടിയാണ് അല്ലേ? ഇത് മനു വാങ്ങിയിട്ട് എത്ര കാലമായി? ഞാനിപ്പോ 1 month മാക്സിമം. ഈ മനുവിനെ ഇങ്ങനത്തെ സ്പോർട്സ് ബൈക്കുകളുടെ വിൽപ്പനയുണ്ടാ? ഇത് എനിക്ക് മനുവിനെ പരിചയപ്പെടുന്നത് കുറെ വർഷങ്ങൾക്ക് മുൻപ്. എനിക്ക് തോന്നുന്നു ചാലക്കുടിയിൽ ആദ്യത്തെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കിയത് മനുവാണ്. കുറെ ചെറുപ്പക്കാരെ കൂട്ടി ഈ സ്പോർട്സ് ബൈക്കുകളുടെ വിൽപ്പനയും അതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വലിയ ക്ലബ്ബ് ഉണ്ടാക്കി. ചാലക്കുടിയിൽ നിന്ന് ഇപ്പൊ മുരിങ്ങൂര് ക്ലേ ഹൗസിന്റെ അടുത്താണ് ആളുടെ ഷോറൂം ഉള്ളത്. നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റാവുന്ന വണ്ടികൾ വിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മനു. വർഷങ്ങളായിട്ട് നമുക്കറിയാം. അത്ര പരിചയമുള്ളൊരു വ്യക്തിയാണ്. ഫസ്റ്റ് ക്ലബ്ബ് തുടങ്ങിയപ്പോ ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ പഴയ സുഹൃത്തുക്കളെ കാണാറുണ്ട്. സെൻറ്റിന്റെ പെങ്ങളുടെ കല്യാണമൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടായിരുന്നു. നല്ല കാര്യം. സൗഹൃദങ്ങളെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. പിന്നെ എന്റെ അമ്പോ ഒടുക്കത്തെ വെയിറ്റ് ആണല്ലോടാ. ഇത് എത്ര കിലോ വെയിറ്റ് ഉള്ള വണ്ടി? ഇത് 304 കിലോ ഉണ്ട്. 304 കിലോ വെയിറ്റ്. വെറുതെ എനിക്ക് താങ്ങാൻ പറ്റാത്ത. ഇതിന് എത്ര ഗിയർ വരുന്നുണ്ട്? ഇത് 6 ഗിയറാണ്. 6 ഗിയർ ആണല്ലേ? ഞാൻ ആദ്യമായിട്ടാണ്ടാ ഇതുപോലൊരു വണ്ടിയിൽ കയറിയിരിക്കുന്നത്. കാര്യം മാനുവിന്റെ ഒരുപാട് വണ്ടികൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്ര CC ഉള്ള ഇത്രയും ശരിക്കും ബിഗ് ആയിട്ടുള്ളൊരു വണ്ടി ഞാൻ ലൈഫിൽ കണ്ടല്ലേ. വീഡിയോസ് കാണാറുണ്ട്, ഫോട്ടോസ് കാണാറുണ്ടെങ്കിലും ജീവിതത്തിൽ നേരിട്ട് കണ്ടത് ആദ്യമായിട്ടാണ്. അതും നമ്മുടെ സുഹൃത്ത് കൊണ്ടുവന്ന വണ്ടിയാകുമ്പോൾ നല്ല സന്തോഷം. മനു, ഈ വണ്ടി വിൽപ്പനയ്ക്ക് വെച്ചാണതല്ലേ? അതെ അതെ അതെ. ഈ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനുവായിട്ട് കോൺടാക്ട് ചെയ്യട്ടാ. ഇപ്പൊ ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ സൂപ്പർ ബൈക്കുകളുടെയും വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയാണ് മനു. മനുവിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ബൈക്കും ആള് സെറ്റാക്കി തരും. ഇനി ഇതിന് ഫിനാൻസ് ആവശ്യമുണ്ടെങ്കിൽ അവർ ഫിനാൻസും അറേഞ്ച് ചെയ്ത് കൊടുക്കും. മനുവിന്റെ പേജ് ഉണ്ട്, മനു ഗ്യാരേജ് 48 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. അതിൽ കയറിയ ഇവൻ വിറ്റിട്ടുള്ള വണ്ടികളും ഇവരുടെ കയ്യിലുള്ള വണ്ടികളുടേതായ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ട്. എല്ലാവരും ഈ പേജിലൊന്ന് കയറാം, കാണാം. അപ്പൊ മനു ചേട്ടാ, നീ ഇന്ന് വന്നതുകൊണ്ട് എനിക്ക് ഈ ഒരു വണ്ടി പരിചയപ്പെടാൻ പറ്റി. ഇതുപോലുള്ള സൂപ്പർ ബൈക്കുകൾ വരുമ്പോ നമ്മൾ പഴയ സുഹൃത്താണ്. വീടിന്റെ ഇടയ്ക്ക് ഇവിടേക്ക് വരണം വരും ചേട്ടാ. നമ്മൾ ആദ്യം ഇവിടെ ഇല്ലായിരുന്നു ചേട്ടാ. എല്ലാവരും പോയി. എനിക്ക് നല്ല ഓർമ്മ. വീട് കാണാൻ പറ്റില്ല. വളരെ സന്തോഷം. ശരി ചേട്ടാ. ഓക്കെ.